CPIM നേതാവ് MV ജയരാജനുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഇതിന്റെ പ്രതികരണം ചോദിക്കാം. എന്താണ് വിജയത്തെ എങ്ങനെ കാണുന്നു? ഇതൊരു ചരിത്ര വിജയമാണ്. 140 വർഷമായി കണ്ണൂർ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട നഗരം എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഈ ചരിത്രത്തിനടിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വിജയിക്കുന്നത് ഇത്രയും സുവ്യക്തമായ രാഷ്ട്രീയ നയത്തിന് ജനങ്ങൾ സമ്മാനിക്കുന്ന വിജയമായി മാറുന്നത് ആദ്യമായിട്ടാണ്. ഇത് അഴിമതിക്കെതിരായ വിജയമാണ്, അതുപോലെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണ്. ഒപ്പം കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ തകർച്ചയുടെ പതനത്തിൻ്റെ തുടക്കമാണിത്. കോൺഗ്രസിന് കൗണ്ട് ഡൗൺ ആയി. കാരണം കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി കോൺഗ്രസ്സുകാരനായ രാകേഷ് പരസ്യമായ അഭിപ്രായം പറഞ്ഞതിന് അദ്ദേഹത്തെ പുറത്താക്കി. കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം മാഫിയ സംഘങ്ങളുടെ പിടിയിലാണ്. ഇക്കാര്യം രാകേഷ് മാത്രമല്ല പറഞ്ഞത്, രാകേഷ് പുറത്തായി. ഇക്കാര്യം പറഞ്ഞ KPCC ജനറൽ സെക്രട്ടറിയായ P. രാമകൃഷ്ണൻ പുറത്തേക്കുള്ള വഴികളിലാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ് ഈ ജനവിധിയിലൂടെ. അതുകൊണ്ട് ഇടതുപക്ഷം അഹങ്കരിക്കുന്നില്ല, വിനയത്തോടെ ഈ ജനവിധി ഏറ്റെടുക്കുന്നു. പ്രഥമ വനിത മേയറായി കണ്ണൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട EP ലതി ഉൾപ്പെടെയുള്ള എല്ലാ കൗൺസിലർമാരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുവടുവെപ്പിൻ്റെ തുടക്കമായി ഇത് കണ്ടുകൊണ്ട് വിനീതദാസന്മാരായി ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തും. ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയായിരിക്കും ഭരിക്കുക എന്നതിന് ഇടതുപക്ഷം ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്, ഒരു സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടാണ്. അതിൽ ജനങ്ങൾക്കൊരു വാഗ്ദാനം ഇടതുപക്ഷം നൽകിയിട്ടുണ്ട്. അത് പടിപടിയായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും ഇടതുപക്ഷത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ല, വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയത മാത്രമല്ല, അതിർത്തികൾ അവർക്ക് ജയിക്കും വിധത്തിൽ മാറ്റിയത് മാത്രമല്ല, നോമിനേഷൻ കൊടുത്തു. കുറുവ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി N. ബാലകൃഷ്ണൻ മാഷ് നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ കൊടുക്കുമ്പോൾ ബാലകൃഷ്ണൻ മാഷ് പിന്താങ്ങിയ ആൾ കുറുവ ഡിവിഷനിൽ തന്നെയായിരുന്നു. അവർ തൊട്ടടുത്ത ദിവസം വോട്ടർ പട്ടികയെ മാറ്റി. അപ്പോൾ പിന്താങ്ങിയ ആൾ, നിർദ്ദേശിച്ച ആൾ, ഇവരെല്ലാം മണ്ഡലം പോലും മാറി. തികച്ചും നിയമവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ വാർഡ് വിഭജനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നടത്തിയിട്ട് പോലും ഇടതുപക്ഷം വിജയിച്ചു എന്നുള്ളത് ഇതൊരു ചരിത്ര വിജയവും ജനങ്ങളുടെ വിജയവുമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ലളിതമായ കണക്ക് ശാസ്ത്രത്തിലെ രണ്ടും കൂട്ടിയാൽ 4 എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കിയതെങ്കിൽ അവർക്ക് തെറ്റി. അവരത് വെച്ചിട്ടാണ് വാർഡ് വിഭജിച്ചത്. വോട്ടിൻ്റെ കണക്ക് വെച്ചിട്ടാണ് വോട്ട് മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റിയത്. പക്ഷേ അവർക്ക് തെറ്റി. അതെന്തുകൊണ്ടാണ് തെറ്റിയത്? ജനങ്ങൾ വർഗീയതക്കെതിരായി വിധിയെഴുതി, ജനങ്ങൾ അഴിമതി ഭരണത്തിനെതിരായി വിധിയെഴുതി, ജനങ്ങൾ ജനവിരുദ്ധ ഭരണത്തിനെതിരായി വിധിയെഴുതി. ഒപ്പം കണ്ണൂർ മുനിസിപ്പൽ അതിർത്തിയിൽ കോൺഗ്രസ് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഭരണത്തിൻ്റെ അഴിമതിയും കൊള്ളരുതായ്മകൾക്കുമെതിരായി ജനങ്ങൾ വിധിയെഴുതി. വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവർ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഒപ്പം ഇടതുപക്ഷക്കാരല്ലാത്തവർ കൂടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് രാകേഷ് ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം. രാകേഷിന് മനസ്സിലായി ജനഹിതം ഇടതുപക്ഷ മേയർ വരണമെന്നാണ്. അതുകൊണ്ടാണ് തീർച്ചയായും രാകേഷ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. എന്ന് മാത്രമല്ല, രാകേഷ് വോട്ടെടുപ്പ് ഘട്ടത്തിൽ താൻ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് പരസ്യമായി അവിടെ കാണിച്ചു. ഇത് കാണിക്കുന്നത് രാജേഷിൻ്റെ നിലപാട് സ്വാഗതാർഹമാണ് എന്ന് മാത്രമല്ല, ജനങ്ങൾക്കൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം രാകേഷ് ഉണ്ടാകുമെന്നാണ്. ഇനി രാകേഷിൻ്റെ ഭാവി നിലപാടുകൾ കൂടി നോക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡെപ്യൂട്ടി മേയർ ആരാകണം എന്ന് തീരുമാനമെടുക്കും. ഭരണം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കഴിവ് തെളിയിച്ചൊരു മേയറാണ് ഇപ്പോൾ വരുന്നത്. ആ മേയറുടെ ഒരു പ്രത്യേകത, ലതയുടെ ഒരു പ്രത്യേകത ജനങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഉണ്ടാവും. അത് മേലെ ചൊവ്വയിലെ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ പറഞ്ഞു തരും. കുടുംബശ്രീയുടെ ചുമതല ഏൽപ്പിച്ചു, ഭംഗിയായി നിറവേറ്റി. വർഗബഹുജന സംഘടനാ രംഗത്ത് അവിടെ പ്രവർത്തിച്ചു, ജനകീയ അംഗീകാരം വാങ്ങി നേതാവായി. അപ്പോൾ വളരെ ചെറിയ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വനിത ലത മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ജനങ്ങളുടെ വികാരമനുസരിച്ച് അവർ ഭരിക്കും. ഇനി രാകേഷിന് കോൺഗ്രസ് വിമതൻ എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. മേയർ തിരഞ്ഞെടുപ്പിൽ രാകേഷ് വോട്ട് ചെയ്തതോടെ രാകേഷിൻ്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമാണ്. അപ്പോൾ
ഇടതുപക്ഷ മനസ്സുള്ള രാകേഷാണ് ഇനി മുതൽ. കോൺഗ്രസ് വിമതനല്ല. വിമതന്മാരെ കുറിച്ച് VM സുധീരൻ പറഞ്ഞിട്ടുണ്ട്, വിമതൻ പടിക്ക് പുറത്ത്. കെ സുധാകരൻ്റെ ഗുണ്ടായിസത്തെ പി രാമകൃഷ്ണൻ തന്നെ എതിർത്തില്ലേ? ആരെങ്കിലും അംഗീകരിക്കുമോ? സുധാകരൻ്റെ കോൺഗ്രസ്സിന് കിട്ടിയ തിരിച്ചടിയുടെ തുടക്കം ഇവിടെയല്ലേ? കോൺഗ്രസ്സുകാർ സുധാകരൻ അടക്കമുള്ള നേതൃത്വത്തെ വെറുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചെയ്തിട്ടല്ലേ രാകേഷിനെ ജയിപ്പിച്ചത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ സാധാരണ പ്രവർത്തകന്മാരും സുധാകര പക്ഷത്തോടൊപ്പം ഇല്ല.